ഹായ്, ഇന്നലെ ഷായിയുടെ ഒരു വീഡിയോ കാണാനിടയായി. അഥവാ അനുമോള് ജയിച്ചാൽ 2 മണ്ടന്മാർ ബിഗ് ബോസ് ജയിച്ചു എന്ന് പറയുമെന്ന് പറഞ്ഞു. ആരാണ് ഈ 2 മണ്ടന്മാരെന്നത് ഉദ്ദേശിച്ചത്? ഒന്ന് ജിൻഡോ, ഒന്ന് അനുമോള്. ഇവരെയാണ് പറഞ്ഞത്. മണ്ടന്മാരെന്നെ മീൻസ് അവര് മണ്ടന്മാരെന്നല്ല, മണ്ടന്മാരെ പോലെ അഭിനയിച്ചു, അതാണ് പറഞ്ഞു എന്ന് പറയുന്നു. നീ അതിനകത്ത് പോയിട്ട് പട്ടിയായിട്ടാണോടാ അഭിനയിച്ചത്? നീ എന്തുവാ ചെയ്ത അതിനകത്ത്? ഇതൊക്കെ പറയാനുള്ള യോഗ്യതേവനുണ്ടോ? മയക്കും കൊണ്ട് ഓടി അങ്ങോട്ട് പോകുന്നവരെ പറഞ്ഞാൽ മതിയല്ലോ. എനിവേ, അത് പറഞ്ഞത് കൊണ്ട് തന്നെ അവന്റെ ഒരു അഭിപ്രായം നമുക്ക് മനസ്സിലായല്ലോ. എന്നാ ഒരു കാര്യം ചെയ്യാം, ഒരു സീസണിൽ കൂടെ ഈ നാറി അങ്ങോട്ട് കയറ്റി വിടാം. എന്നിട്ട് അതിനകത്ത് അവൻ എന്ത് ചെയ്യുമെന്ന് കാണാമല്ലോ. മണ്ടന്മാരോ 100 ദിവസം ശക്തരായ എതിരാളികൾക്കൊപ്പം നിന്ന് പൊരുതി തൻ്റെ നിറഞ്ഞ, അതായത് ഉറച്ച നിലപാടിൽ നിന്നുകൊണ്ട് ജയിച്ചിറങ്ങി വന്നവരെ ഇങ്ങനെയാ പറയുക, ജിൻഡോ മണ്ടനോ? ജിൻഡോ ആണ് ക്ലവർ ആയതുകൊണ്ടാണ് അവർ ജയിച്ചു വരുന്നത്. ഞാൻ അഭിനയിച്ചെന്ന് പറയുന്നത്. ഒരു ദിവസം എത്ര വട്ടം അഭിനയിക്കാൻ പറ്റും? നീ ഇവിടുന്ന് പോയപ്പോഴത്തേക്ക് അഭിനയിച്ചിട്ടാണ് പോവാന്ന് വിചാരിച്ചത്. അവിടെ ചെന്നപ്പം നിന്റെ ഒറിജിനൽ രൂപം അവിടെ വന്നു. നീ ശരിക്കും അതാണ്. നിനക്ക് യാതൊരു വ്യക്തിത്വമോ ക്വാളിറ്റിയോ നിലപാടോ ഇല്ല. അതുകൊണ്ടാണ് നീ അവിടെ ചെന്ന ഉടനെ ജാസ്മിന്റെ വാലി പിടിച്ചിട്ട് ജാസ്മിന്റെ ഹോടെ വട്ടി, ഓക്കെ മോളെ. ഉടനെ അടുത്തത് എന്താണ്? പെങ്ങളൂട്ടി നാടകം. ആ പെങ്കൊച്ചിന് കിട്ടേണ്ട പണവും കൂടെ അടിച്ചു മാറ്റി ഇങ്ങ് പോകുന്നു. പണം കണ്ടാൽ അവിടെ ഇരുന്ന്, അതായത് തീട്ടത്തിൽ പൈസ കിടന്നാൽ നക്കിയെടുക്കുന്ന ക്യാരക്ടറാണ്. അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത്തരത്തിൽ അവരെ ഡീഗ്രേഡ് ചെയ്യാൻ തോന്നുന്നത്. ജിൻഡോയോടുള്ള നിങ്ങളുടെ വൈരാഗ്യം എനിക്ക് മനസ്സിലാകുന്നില്ല. ജിൻഡോ ജയിച്ചു കഴിഞ്ഞു, അത് ഓവർ. പിന്നെ എന്തിനാ അയാളെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്? ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാവുമെന്നറിയാമോ? എത്രത്തോളം വലിയ ഫെയിം ഉണ്ടെങ്കിൽ പോലും ഒരു വ്യക്തിയെ അധിക്ഷേപിക്കാനോ അവഹേളിക്കാനോ അവന്റെ ഫെയിം കൊണ്ട് സാധിക്കില്ല എന്ന് അവൻ തന്നെ തെളിയിച്ചിരിക്കുകയാണ്. ഞാൻ കാണുന്നതിൽ ഈ യൂട്യൂബേഴ്സിലെ ലോകമുണ്ടെന്ന് അവനാണ്. അത്രേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഒരു വ്യക്തിത്വവും ഇല്ലാത്ത ഒരു വ്യക്തി എന്തിനാണ് റിപ്പീറ്റഡ്ലി ഇങ്ങനെ ഊക്ക് വാങ്ങിക്കാനായിട്ട് ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ പറയണമെന്ന് മനസ്സിലാകുന്നില്ല. PR ടീമിൽ നിന്നുള്ള കുറച്ച് മനുഷ്യർ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവർ പൈസ വാങ്ങിയിട്ടാണ് അനുമോളെ ഡീഗ്രേഡ് ചെയ്യുന്നത്. അഫ്കോഴ്സ് ഇതിനകത്ത് അക്ബറിനെ ഫേവർ ചെയ്യുന്നവർ തീർച്ചയായിട്ടും അക്ബർ പണം ഇറക്കും. അക്ബറിന്റെ കയ്യിൽ ക്യാഷും ഉണ്ട്. അത് മാത്രമല്ല, ആ ടീം അംഗങ്ങൾ ഏകദേശം ഒക്കെ തന്നെ അക്ബറിനെ ഫേവർ ചെയ്യുന്ന ആൾക്കാരാണ്. ചെറുക ഉൾപ്പെടെ ഫ്രണ്ടാണെന്ന് പറയുന്നു. നമുക്ക് ഏകദേശം മനസ്സിലാവും. ഈ ബാഗിൽ മലന്ന് കിടന്ന ഒരുത്തനിക്ക് എങ്ങനെയാണ് ഇത്രയും ദിവസം അവിടെ നിൽക്കാൻ പറ്റിയെന്നുള്ള ഒരു കൺഫ്യൂഷൻ തന്നെയല്ലേ. ആ കൺഫ്യൂഷനകത്തുണ്ട് എന്താണ് അക്ബർ എന്ന്. അപ്പോൾ അക്ബറിന് അവിടെ ഫേവർ ഉണ്ട്. ആ ഫേവർ തന്നെയാണ് അക്ബറിന് വേണ്ടിയിട്ട് ഇവരെ ഏൽപ്പിച്ചിട്ടുള്ളത്. PR ടീമായി വർക്ക് ചെയ്യുകയാണ് ഇവരെന്നുള്ളത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ വ്യക്തതയോടെ പറഞ്ഞിട്ടുമുണ്ട്. ഇനിയും നാണം കെട്ടി ഇത്തരം സ്റ്റേറ്റ്മെന്റ് പറയാൻ നാണമില്ലേ? പിന്നെ അതുപോട്ടെ, സിജോ നിന്റെ അമ്മ പറ്റതാണോ? ഇരട്ട പറ്റാണോ നിങ്ങൾ രണ്ടുപേരും? അല്ല, മണ്ടത്തരം രണ്ടുപേരും ഒരേപോലെ ഏറ്റു പറയുന്നു. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ഏറ്റു പറയുന്ന മണ്ടത്തരം കേട്ടുകൊണ്ട് ആളുകൾ കാർക്കിച്ച് തുപ്പുന്നു എന്നതിനപ്പുറം ഒരു കുന്തോ ഇല്ല. അവനവന് കിട്ടിയ ആ പ്രിവിലേജ്, അതായത് അത്യാവശ്യം ആളുകൾക്ക് അക്സെപ്റ്റൻസ് ഉള്ള ന്യൂസ് എത്തിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് സായിയെ മനസ്സിലായിട്ടുള്ളത്. നല്ല ഒരാൾ തന്നെയാണ്, വേറെ തർക്കമൊന്നുമില്ല. ഞാൻ നിന്നെ അങ്ങനെ മോശമൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ എന്താണെന്നറിയാമോ, നീ ഒരു സർക്കിളിൽ കിടന്ന് കറങ്ങുകയാണ്. നിനക്ക് കിട്ടിയ ഒരു അക്സെപ്റ്റൻസ് ദൈവത്തിന്റെ കൃപയാണ്. അത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതിന് പകരം ആ ഒരു നല്ല സംഗതിയെ നീ ഏറ്റവും മോശമായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ പദവികൾ, അംഗീകാരങ്ങൾ, ആളുകൾക്കിടയിൽ അക്സെപ്റ്റൻസ് ഒക്കെ കിട്ടുമ്പോൾ നമ്മളെ മറക്കരുത്. നമ്മളുടെ നിലപാടുകൾക്ക് ഉദ്ദേശശുദ്ധി ഉണ്ടാവണം, കൃത്യമായിരിക്കണം. ആളുകളിലേക്ക് എടുത്തുകൊണ്ട് കൊടുക്കുമ്പോൾ അവർക്കും കൂടെ മനസ്സിലാകണം അവൻ ജെന്യുവനാണ്, അവൻ നുണ പറയില്ല, അവൻ മോശം പറയില്ല എന്ന ഒരു ഉറപ്പ് കൊടുത്തു കഴിഞ്ഞാൽ നീ എവിടെയോ എത്തേണ്ട മനുഷ്യനാണ്. നീ എന്തിനടാ ഇങ്ങനെ കിടന്ന് ഊക്ക് വാങ്ങിക്കുന്നത്? എനിക്ക് മനസ്സിലാവാത്തോണ്ട് ചോദിക്കുന്നത്. അനുമോള് മണ്ടിയാണെന്ന് പറയാൻ അനുമോള് നിന്റെ അടുത്ത് എന്ത് മണ്ടത്തരം കാണിച്ചു? അവൾ ഒരു കുടുംബം നോക്കുന്നവളാണ്. അവൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ലോൺ എടുത്തോ കടമെടുത്തോ എന്ത് തന്നെയായാലും ഒരു പെൺകുട്ടി ചവിട്ടി കയറിയ പടവുകൾ അത് നോക്കിയിട്ട് അതിനെ ഇങ്ങനെ കളിയാക്കുമ്പോൾ നിനക്ക് എങ്ങനെ സാധിക്കുന്നടാ? എങ്ങനെ സാധിക്കുന്നു? ആദ്യം നീ നിന്റെ വീട്ടിലെ പ്രോബ്ലം സോൾവ് ചെയ്യാനിയാ. നീ നിന്റെ അമ്മയും നിന്റെ ഭാര്യയും തമ്മിലുള്ള ഇഷ്യൂ ആദ്യം സോർട്ട് ഔട്ട് ചെയ്യും. എന്നിട്ട് പുറത്തിറങ്ങി വലിയ വർത്തമാനമൊക്കെ പറയുന്നതല്ലേ എൻ്റെ ശരി. ഇവനും ഇവന്റെ പെണ്ണുമ്പുളയും മാറി താമസിക്കുന്നു, തള്ളയുമായിട്ട് യാതൊരു ഇടപാടുമില്ല. പെറ്റമ്മയെ വേണ്ട എന്ന് പറഞ്ഞ് ചവിട്ടി തൂരെ എറിഞ്ഞിട്ട് ഇറങ്ങി വന്നവൻ്റെ അടുത്ത് എന്ത് കഥ പറയാനാണ്? എന്ത് ക്വാളിറ്റിയാണ് അവനിക്കുള്ളത്? നീയാണ് മണ്ടൻ. രണ്ടുപേരെയും ഈക്വലായി കൺസിഡർ ചെയ്യുകയും രണ്ടുപേരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ രണ്ടുപേരും വേണമെന്ന് പറയുകയൊക്കെ ചെയ്യുന്നത് വ്യക്തിത്വം. ഈ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയ ഉടനെ പിന്നെ വ്ളോഗിങ്ങും കൊണ്ട് ഇറങ്ങാന്ന് വിചാരിച്ചു. ഏശിയില്ല. അതെന്തുകൊണ്ടെന്ന് അറിയാമോ? നിന്റെ ജീവിതകഥ ആർക്കും കേൾക്കണ്ട. അതിനകത്തൊരു അട്രാക്ഷനും ഇല്ല, കൗതുകങ്ങളില്ല. കൗതുകം ഉണ്ടാകണ്ടേ മനുഷ്യന്? ഞങ്ങൾക്ക് മനസ്സിലായത് ലോകമണ്ടൻ തിരുമണ്ടനാണ് നീ എന്ന്. കിട്ടിയ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റിയെ എത്രത്തോളം വൾഗറാക്കാമോ അതിന്റെ എക്സ്ട്രീം ലെവലിൽ വൾഗറാക്കിയിട്ടാണ് നീ അതിനകത്ത് കുത്തിക്കയറിയത്. ഒരു കാര്യവുമില്ലാതെ പുറത്തിരുന്നു കൊണ്ട് ആ പോകുന്നതിന്റെ തലേ ദിവസം പോലും നീ വീഡിയോ ഇട്ടു. പണത്തിന്റെ ആക്രാന്തം എത്രത്തോളം ഉണ്ടെന്ന് ആലോചിച്ച് നോക്ക്. ഒരു 2 ദിവസം വീഡിയോ ഇട്ടില്ലെന്ന് എന്തുവാ? എയർപോർട്ടിലോട്ട് കയറുന്നതിന് മുമ്പേ ഒരു വീഡിയോ ഇട്ടിട്ട് അങ്ങോട്ട് കയറുകയാണ്. എന്തുകൊണ്ടാണെന്നറിയാം? പണം. ഇവന് പണം വിട്ടൊരു ചിന്തയില്ല, അത് ഓർത്തുമില്ല. ഇനി അങ്ങോട്ട് കയറുമ്പോൾ എന്താ പറഞ്ഞത്? ജാസ്മിൻ അങ്ങനെയാണ്, ജാസ്മിനെ ഞാൻ തിരുത്തും, അത് ചെയ്യും, ഇത് ചെയ്യും എന്ന്.
അവിടെ കയറുമ്പോഴുള്ള നിയമം പോലും മറന്ന് ജാസ്മിനോട് വിവരം പറഞ്ഞു കൊടുത്തത് നീ. എന്നാൽ അത് കൃത്യമായി പറഞ്ഞു കൊടുത്ത ആ പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു, അതും ചെയ്തിട്ടില്ല. ഇപ്പോഴും ചങ്കയോ ഉളുപ്പുമില്ലാതെ മൂടും താങ്ങി നടക്കുന്ന ഒരുത്തനാണ് വന്നിരുന്നുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും ക്യാരക്ടർ ഇല്ല എന്ന് പറയണം. നിങ്ങൾ ഒറ്റപ്പെടുത്തുകയും അകറ്റുകയും ഒക്കെ ചെയ്തുകൊണ്ട് ജിൻഡോ തീർന്നു പോയോ? കള്ളക്കേസ് വന്നു, നിങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ഒന്നിച്ച് കൂവി വിളിച്ചു. അയാൾ തോറ്റോ? പിന്മാറിയോ? അയാൾ ശക്തമായി വന്ന് പറഞ്ഞു, തെളിവ് വെച്ച് സംസാരിച്ചു. അയാളാണോ മണ്ടൻ? അയാളാണ് ബുദ്ധിമാൻ. നിന്നെയൊക്കെ പോലെ തിരുമണ്ടന്മാർ കാരണം അയാൾക്ക് ചിലപ്പോൾ ജീവിതം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതായത് അയാളുടെ ഫാമിലി ലൈഫിൽ നിങ്ങൾ കളിച്ചിട്ടുണ്ടാവും, നിങ്ങൾ പാര വെച്ചിട്ടുണ്ടാവും. ചെയ്തോ? ഇന്ന് ഞാൻ നാളെ നീ എന്നാണ്. അത് പറഞ്ഞു കേട്ടിട്ടില്ലേ? പഴുത്ത പ്ലാവില വീഴുമ്പോൾ പച്ചിലിരുന്ന് കിണിക്കുമെന്ന്. നാളെ നിന്റെയും വീഴ്ച ഇതുപോലെ തന്നെയാണെന്നോ അറിയാവുന്ന പഴുത്ത പ്ലാവില മൗനമായിട്ടിരിക്കും. മൗനമാണ് ഏറ്റവും വലിയ ആയുധമെന്ന് ഇന്നലെ അനുമോൾ വരെ തെളിയിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് ഹൈപ്പ് ഇറ്റ്. താങ്ക് യു സോ മച്ച്.